ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇന്ന് പ്രചാരണം അവസാനിക്കുന്നു. ഇതുവരെ നിരവധി വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു. ഭൂരിപക്ഷം സർവേകളിലും NDA തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നമുക്കുള്ളത്. പിന്നെ അപ്പുറത്ത് ഇന്ത്യ മുന്നണി വരും എന്ന് അവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ യുവരാജ് ഗോകുൽ BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനർ എന്നുള്ള നിലയിലും അതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ പോസ്റ്റുകളൊക്കെ ധാരാളം ആളുകൾ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇന്ത്യ മൂന്നാം തവണയും മോദി തന്നെ ആയിരിക്കുമോ ഭരിക്കുന്നത്? അതിനകത്ത് പ്രതിപക്ഷത്തിന് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പോൾ പ്രതിപക്ഷം അതിന് വളരെ അവരുടെ ഒരു വിജയത്തിൻ്റെ ഒരു സാധ്യതയായിട്ട് അവർ പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന ആൾ ആം ആദ്മി പാർട്ടിയുടെയൊക്കെ ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡിക്ഷനൊക്കെ വെച്ചിട്ടാണ്, അതായത് കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടില്ല, 250 ഒതുങ്ങുന്നു. നോക്കൂ, അദ്ദേഹം വളരെ കാലങ്ങളായിട്ട് BJPക്ക് എതിർത്ത് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പോലും ഏറ്റവും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് BJP 250, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോസ്പെക്റ്റീവ് ആയ ഒരു സാധനം BJP 250 എന്നുള്ളതാണ്. BJP 250 ആയാൽ പോലും NDA അല്ലാണ്ട് ഇവിടെ വേറെ ആരും ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടക്ക സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, 400 കടക്കും 400 കടക്കില്ല എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടൊരു അതിശക്തമായ വികാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു ഇലക്ഷൻ്റെ മിഡിലോടുകൂടി ആ ട്രെൻഡൊക്കെ മാറി മറിഞ്ഞു, അതേ ഞങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ് എന്നുള്ള തലത്തിലേക്ക് പോകുന്നത്? പക്ഷെ അവരതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി തന്നെ, എനിക്കൊന്ന് രജത് ശർമ്മയുമായിട്ട് തോന്നുന്നു, അദ്ദേഹവുമായിട്ടുള്ളൊരു ടോക്കിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, മൂന്നാമത്തെ ഫേസ് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ബോധ്യം വന്നത്, ഞങ്ങളിപ്പോൾ മോദിയെ 400 കടത്താതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മോദിക്ക് 272 മതി ഭരിക്കാൻ എന്നുള്ള കാര്യം അവർ മറന്നു പോരുന്നു. മൂന്നാമത്തെ ഫേസ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നെന്നുള്ള കാര്യം. അതിന്റെ ബേസിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ അവരിപ്പോ പറയുന്നു എന്നുള്ളതിന് സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ മത്സരം, അവിടുത്തെ ചില അടിയൊഴുക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. ഏത് സംസ്ഥാനത്താണ് ഇവർ പറയുന്നത്? ഒന്ന് ബീഹാറിന്റെ കാര്യം പറയുന്നു, ഹരിയാന പറയുന്നു. അല്ല, ഹരിയാനയില് BJP കഴിഞ്ഞ തവണ 10-ൽ 10 ജയിച്ചു. ഇത്തവണ അവരെത്ര ജയിക്കും എന്നാണ് പറയുന്നത്? BJP അവരെത്ര ജയിക്കും എന്നാണ് പറയുന്നത്? ഓക്കെ, BJP വിടും, അവരെത്ര ജയിക്കും എന്നാണ് അവർ പറയുന്നത്? അവർ കണക്ക് പറയുന്നില്ല. അവിടെയാണല്ലോ, ഇവിടെ BJPക്ക് സീറ്റ് കുറയും, BJPക്ക് സീറ്റ് കുറയും എന്ന് ഇവർ പറയുന്നുണ്ട്. അവർ പറയുന്നതിന്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ, BJP രാജസ്ഥാനിൽ 25-ൽ 24 ജയിച്ചു, മധ്യപ്രദേശിൽ 29-ൽ 28 ജയിച്ചു, കർണാടകത്തിൽ 27-ൽ 25 ജയിച്ചു, ഗുജറാത്തിൽ 26-ൽ 26 ജയിച്ചു, ഛത്തീസ്ഗഡ്, ഇങ്ങനെ എല്ലാം തൂത്തുവാരിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് 2-3 BJPക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇതാണ് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത്. അല്ലാണ്ട് അവരെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെന്നോ അവര് മുന്നോട്ട് വെച്ചിരിക്കുന്ന പോളിസികൾ ജനം ഏറ്റെടുത്തു എന്നോ ഒന്നുമല്ല അവർ പറയുന്നത്. BJP മുഴുവൻ ജയിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ. അവിടെ നിന്ന് BJPക്ക് എന്തൊക്കെ സംഭവിച്ചാലും 2 സീറ്റോ 3 സീറ്റോ 5 സീറ്റോ കുറയും എന്നാണ് ഇവര് പറയുന്ന ഈ സംസ്ഥാനങ്ങളിൽ. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 39-ൽ 39 ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ UPA മുന്നണി, UP ആണല്ലോ പേര്. ഇത്തവണ അവർക്ക് അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? സാധ്യതയില്ല. ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് തൂത്തുവാരി പിടിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് അവർ പിറകിലേക്ക് പോകുന്ന, കർണാടകയിൽ അവർ കുറച്ചുകൂടി മുമ്പിലേക്ക് വരും. ഇല്ല, തെലങ്കാനയിൽ ഇത്തവണ BJP ആണ് മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഒരു സംശയം അവർക്ക് പോലും ആ കാര്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ BRS അവിടെ വളരെ വീക്കായിട്ടുണ്ട്. അത് BJPയിലേക്ക് ആ വോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കോൺഗ്രസിന് വോട്ട് കൂടില്ല എന്നും സീറ്റ് കൂടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ BJP ആയിരിക്കും തെലങ്കാനയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തെലങ്കാനയിൽ മാത്രമല്ല, ഒറീസയിൽ BJP ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ബംഗാളിലെ BJP ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കഴിഞ്ഞ തവണ ഇവിടെ ഒന്നും BJP ആയിരുന്നില്ല ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ ഇത്തവണ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം BJP ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അത് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ കേരളത്തിൽ 19 സീറ്റ് കഴിഞ്ഞ തവണ UDFന് ലഭിച്ചതാണ്.
ഇപ്പൊ മുന്നണി സംവിധാനത്തിൽ നോക്കുമ്പോൾ അവർക്ക് കേരളത്തിനകത്ത് അത് കേരളത്തിൽ പോലും അവർക്ക് അത് കുറയുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പൊ തിരുവനന്തപുരവും തൃശ്ശൂരും പോലെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ ഫൈറ്റാണ് നടന്നിരിക്കുന്നത്. അവർക്ക് പോലും റിസൾട്ട് എന്താവെന്ന് പറയാൻ കഴിയുന്നില്ല. BJP ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് 2 or 3 സീറ്റുകൾ. അപ്പോൾ ഈ മുന്നണിക്ക് കേരളത്തിൽ പോലും സീറ്റ് പുറകിലേക്കാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവര് കഴിഞ്ഞ തവണത്തെ ടാലി നിലനിർത്താൻ പോകുന്നത്? ഇപ്പോ എല്ലാ സംസ്ഥാനത്തും മാക്സിമം കഴിഞ്ഞ തവണ മാക്സിമത്തിലെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ടല്ലോ, മാക്സിമത്തിലെത്തി. പിന്നെ അവിടെ എത്തിയിട്ട് താഴോട്ട് വരികയാണ്. അപ്പൊ പിന്നെ ഒന്ന് പറയുന്ന മഹാരാഷ്ട്രയില് അവിടുത്തെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ മഹാരാഷ്ട്ര അല്ല, ഞാനത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം. ഈ മഹാരാഷ്ട്രയാണ് ഇവര് പറയുന്നത് കഴിഞ്ഞ തവണ BJP അല്ലെങ്കിൽ NDA തൂത്തുവാരിയ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് അവർക്ക് ഇത്തവണ നേട്ടമുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതിനെ ഞാൻ കുറച്ച് കാണുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ അവര് പറയുന്നത് അവർ എത്ര സീറ്റ് ജയിക്കും എന്നാണ് അവര് പറയുന്നത്. ഞാൻ അതിൽ തന്നെ ഉത്തരവുണ്ട്. അവര് പറയുന്നത് തന്നെ അവര് പറയുന്നത് ഇത്തവണ പകുതി സ്ഥലങ്ങളിലെങ്കിലും അവര് ജയിക്കും എന്നാണ് അവര് പറയുന്നത്. പകുതി സ്ഥലങ്ങളിലെങ്കിലും ജയിക്കും, പകുതി ജയിക്കും എന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പോഴും 48-ൽ 41-ഉം 45-ഉം ഒക്കെ NDA ജയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവരൊരു 24 സീറ്റ് വരെ അവര് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും NDAക്ക് 30-ലധികം സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഉറപ്പ്. ഈ NDAക്ക് 30-ലധികം സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ BJPക്ക് എത്ര കിട്ടുമായിരിക്കും? അവിടെ കഴിഞ്ഞ തവണ ജയിച്ച 23 സീറ്റും BJP ജയിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ബാക്കി ഇപ്പൊ വന്നിരിക്കുന്ന ഷിൻഡെയുടെ വിഭാഗമായ ശിവസേന, അജിത് പവാറിന്റെ വിഭാഗമായ NCP, പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ എല്ലാവരും കൂടി ചേർന്നിട്ട് ബാക്കി ഒരു 8 or 10 സീറ്റ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ശരിക്കും അവിടെയാണ് ഫൈറ്റ് കിടക്കുന്നത്. BJPയുടെ 23-ൽ അവർക്ക് ഇപ്പോഴും തൊടാൻ സാധിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് BJPക്ക് സീറ്റ് നഷ്ടം ഉണ്ടാവും എന്ന് പറയുന്നത്? UP-യിലാണോ? UP-യിൽ കഴിഞ്ഞ തവണ SP, BSP, RLD ഈ 3 പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ RLD വെസ്റ്റേൺ UP-യിലെ വളരെ ശക്തമായ ഒരു പാർട്ടിയാണ്. ജാട്ട് വിഭാഗത്തിന്റെ ഇടയിൽ അതിശക്തമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് RLD. ആ RLDയെ കൂടെ നിർത്തിയിട്ട് BSPയെ കൂടെ നിർത്തിയിട്ട് സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ തവണ അവരുടെ മുന്നണിക്ക് എത്ര സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത്? 17 സീറ്റിലാണ് കഴിഞ്ഞ തവണ അവർക്ക് ജയിക്കാൻ സാധിച്ചത്. ഇത്തവണ എഴുന്നേറ്റ് നടക്കാൻ UP-യിൽ ശേഷിയില്ലാത്ത കോൺഗ്രസ്, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം രാഹുൽ ഗാന്ധിക്ക് അമേഠി പോയി മത്സരിക്കാൻ ഇപ്പോഴും ധൈര്യമില്ല. ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചു തരാം. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലെ പൊളിറ്റിക്സ് മാറി എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. അവർക്ക് ഇപ്പോഴും അതിനുള്ള ധൈര്യമില്ല. കഴിഞ്ഞ തവണത്തെ വലിയ കൊടുങ്കാറ്റിന്റെ ഇടയിലും റായ്ബറേലിയാണ് അവർക്ക് ജയിക്കാൻ സാധിച്ച ഒരേ ഒരു സീറ്റ്. അവിടെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പോയിട്ട് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർ എന്തടിസ്ഥാനത്തിലാണ് UP-യിൽ BJP തോക്കാൻ പോവുകയാണ് എന്ന് ഇവർ പറയുന്നത്? ഒരു തരത്തിൽ സാധിക്കുന്നതല്ല. BJP മാത്രമല്ല, 70+100% UP-യിലേക്ക് പോകും എന്നുള്ള സാഹചര്യമാണുള്ളത്. പിന്നെ ഈ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാം, എല്ലാം പിടിച്ചു നിൽക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും താഴേക്കല്ലേ പോകുള്ളൂ. ഗുജറാത്തിൽ താഴേക്ക് പോകുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു വോട്ടിംഗ് വരും ഗുജറാത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒരു സീറ്റ് പോലും നഷ്ടപ്പെടില്ല അവിടെ. ഇപ്പൊ രാജസ്ഥാനില് ശരിയാണ് 25-ൽ 24 കഴിഞ്ഞോടെ BJP ജയിച്ചു. അതിനകത്തൊരു 5 or 6 സീറ്റിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനെയാണ് ഇവർ മഹാസംഭവമാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ അത് ചിലപ്പോൾ പ്രാദേശികമായിട്ട് MP-മാരോടുള്ള ചില എതിർപ്പായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ രാജ്പുട്ട് കമ്മ്യൂണിറ്റിയുടെ അതായിട്ട് വന്നിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് പുരുഷോത്തം രൂപാലയുടെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ 5 or 6 സീറ്റിൽ ഫൈറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ 6 സീറ്റിൽ ഒരു 3 സീറ്റ് വെച്ച് 2 പേരും ജയിക്കാൻ സാധ്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ എടുത്താൽ പോലും BJPക്ക് അവിടെ 2 or 3 സീറ്റിന്റെ 400 എന്ന് പറയുന്ന സംഖ്യയിൽ എത്തുമോ എന്നുള്ളതാണ് 400 കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് പുതിയ സീറ്റുകൾ ജയിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ഒരു 350+ പോകാനുള്ള എല്ലാ സാഹചര്യവും നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ച് അതിനില്ല. ഇനി കഴിഞ്ഞ തവണത്തെ നിന്ന് നമുക്ക് കുറഞ്ഞിട്ടാണെങ്കിൽ പോലും എന്ത് സംഭവിച്ചിരുന്നാലും 300+ലേക്ക് BJP ഒറ്റയ്ക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. NDA മുന്നണി 400-ലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യ മുഴുവൻ എങ്ങനെയാണ്? ദക്ഷിണേന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടോ? ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ജോൺ സാർ ഇപ്പോൾ കുറിച്ചു വെച്ചോളൂ, BJP ആയിരിക്കും MP വൈസ് ഏറ്റവും വലിയ പാർട്ടി. അതിനകത്ത് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തരും.
തീർച്ചയായിട്ടും തകരും. MP-മാരുടെ എണ്ണം എടുത്തു കഴിയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം MP-മാരുള്ള പാർട്ടി BJP-യുടേതായിരിക്കും. ഏറ്റവും അധികം സീറ്റുള്ള മുന്നണി NDA മുന്നണിയുമായിരിക്കും. അതിൻ്റെ അകത്തും ഒരു സംശയം ഉണ്ടാവേണ്ടായിരിക്കും. ദക്ഷിണേന്ത്യ പിടിക്കും ഇത്തവണ. ദക്ഷിണേന്ത്യ പിടിക്കും എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഓൾറെഡി നമുക്ക് നല്ല സ്വാധീനമുണ്ട്. നല്ല സ്വാധീനമുണ്ട്. ഒരു സംസ്ഥാനത്ത് നമ്മളിപ്പോൾ ഭരിക്കുന്നുണ്ട്. പുതുച്ചേരി എന്ന് പറയുന്ന ഒരു കുഞ്ഞു സംസ്ഥാനമായിരുന്നാലും അവിടെ ഇപ്പോൾ ഭരണമുണ്ട്. കർണാടകയിലെ മുഖ്യ പ്രതിപക്ഷമാണ്. 5 വർഷം കൂടുമ്പോൾ മാറി വരുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും അധികം MP-മാരുള്ളത് BJP-ക്കാണ്. തെലങ്കാനയിൽ നിലവിൽ 4 MP-മാരുണ്ട്. അത് ഇരട്ടിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നല്ല ആന്ധ്രയില് NDA മുന്നണി ഏറ്റവും വലിയ മുന്നണിയായിട്ട് വരുമെന്നും മാത്രമല്ല ഏതാണ്ട് ക്ലീൻ സ്വീപ്പ് NDA അവിടെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. TDPയുടെ നേതൃത്വത്തിൽ. അതെ. അവിടെ മറ്റേ ജഗൻമോഹൻ റെഡ്ഡിയുമായിട്ട് NDAക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങളിലൊന്നുമല്ല പോകുന്നതെങ്കിലും ഉദാഹരണം ഒറീസയിൽ BJD-യുമായിട്ട് നമുക്ക് അങ്ങനെ പറയത്തക്ക തലത്തിലുള്ള വേറെ ഡിഫറൻസുകളൊന്നുമില്ല. സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിച്ച് മുമ്പോട്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷത്തിലും പോയത്. അതുപോലൊരു നയം തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിയോടും NDAക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ഒറീസയിൽ BJP വേഴ്സസ് BJD ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതുപോലെ തന്നെയാണ് ആന്ധ്രയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സീറ്റുകളിൽ അതിശക്തമായിട്ട് ജയസാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല പറയുന്നത്, ഇതുവരെ പുറത്തു വന്ന എല്ലാ സർവേകളും പറയുന്നത് ഈ പറയുന്ന 3 സീറ്റുകളിൽ ഏതാണ്ട് 1/3 വോട്ട് NDA നേടുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ് അവർ പോലും പറയുന്നത്. നോർമലി പത്തനംതിട്ട എന്ന് അവർ ആ ഒരു തലത്തിൽ പറയുന്നതല്ല. പക്ഷെ പത്തനംതിട്ട ഉൾപ്പെടെ അവർ പറയുന്നുണ്ട് 30%-ലധികം വോട്ട് BJP-ക്ക് നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് ഈ 3 സീറ്റുകളിലും. കർണാടകയിൽ ഈ JDS-ഉമായിട്ട് കൂടിയതിനു ശേഷം JDS-ൽ ചില പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിട്ടുണ്ട്. പ്രജ്വൽ രേവണ്ണ വരുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ ബാധിച്ചു? അല്ല, അത് ബാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ബാധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. പ്രജ്വൽ രേവണ്ണയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളൊരു ഫാക്ടർ അവിടെ വലുതായിട്ട് വരുന്നില്ല. ആൾക്കാർ വോട്ട് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പൊ അവരതിൽ മറ്റൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് 4-ാം തീയതി തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ കൃത്യമായി നമുക്കറിയാൻ പറ്റും എത്ര സീറ്റ് കിട്ടും അല്ല. അത് മനസ്സിലാക്കാനല്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതിനകത്ത് ഈ തോൽക്കുമെന്ന് ചിലർക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് അവർ കുറെ കാരണങ്ങൾ അതിനു മുമ്പേ കണ്ടുപിടിച്ചങ്ങ് നിരത്തി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഇപ്പൊ ഒന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ മെക്കിട്ട് കയറുക. ഇലക്ഷൻ കമ്മീഷൻ എന്തോ കുഴപ്പം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരിപ്പോ എല്ലാ ചർച്ചകളിലും ഇവർ പറയുന്നതാണ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ എന്ന് എടുത്തെടുത്ത് പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖം അല്ലാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുക എന്ന് പറയുന്നത് പോലെ ഇന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറയാൻ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോക്കൂ, 2004 തൊട്ട് 2014 വരെ BJP പ്രതിപക്ഷത്താണിരുന്നത്. BJP പറയുന്നത് പോലെ അനാവശ്യമായിട്ട് സംവിധാനങ്ങളെ എതിർക്കുവാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 2014 വരെ വളരെ മാന്യമായ പ്രതിപക്ഷത്തിരുന്നു, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു, അധികാരത്തിൽ വന്നു. പക്ഷെ 2014 മുതൽ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ അനാവശ്യമായിട്ട് EVM-നെതിരായിട്ട് കേസ് കൊടുക്കുക, പലതവണ പലയിടത്ത് പോയി, ഒരു ചെറിയ തലത്തിൽ പോലും അവർക്കൊന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നിട്ട് നിരന്തരം ഇത് ചെയ്യുന്നു. അവസാനം സുപ്രീം കോടതി ജഡ്ജിക്ക് തന്നെ, അതെ, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്ത് പുറത്തിറക്കിയ അതേ ജഡ്ജിയാണ് ഇവരോട് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അനാവശ്യമായി ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരായിട്ട് സംശയം ജനിപ്പിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഇവരോട് പറഞ്ഞു വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് തോൽവിക്കുള്ള കാരണം കണ്ടെത്തൽ മാത്രമാണ്. അതുകൊണ്ട് അവർ തോൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.